ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലൂക്കാസ്. മുന്നറിയിപ്പില്ലാതെയുള്ള മരം മുറിക്കൽ മൂലം തൃശൂർ നഗരം ഗതാഗതക്കുരുക്കിൽ മുങ്ങി. അശാസ്ത്രീയമായ ഗതാഗത സംവിധാനങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ജനത്തിന് സമ്മാനിക്കുന്നത് ദുരിതം മാത്രം. തൃശൂർ MG റോഡിൽ ഗതാഗതക്കുരുക്ക് നിത്യശാപമായി. 19 റോഡുകൾ ചെന്നെത്തുന്ന MG റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധമേറി. സംസ്ഥാന വ്യാപകമായി പല KSFE ശാഖകളുടെയും പ്രവർത്തനം നിലച്ചതായി ആക്ഷേപം. പ്രതിസന്ധിക്ക് കാരണം അശാസ്ത്രീയമായ സ്ഥലം മാറ്റവും ജീവനക്കാരുടെ കുറവും. TCV ഫോളോ അപ്പ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ ദുരിതക്കയത്തിൽ. അനാസ്ഥയും വൃത്തിയില്ലായ്മയും മെഡിക്കൽ കോളേജിന്റെ സ്ഥിരം കാഴ്ച. മതിലകം ഓണച്ചമ്മാവിൽ റേഷൻ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് അരി കടത്തുന്നത് നാട്ടുകാർ പിടികൂടി. സപ്ലൈ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഫീസ് വൈകുന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റുകൾ പീഡിപ്പിക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടണമെന്ന് ബാലാവകാശ കമ്മീഷൻ. പെൺകുട്ടികളെ ഫ്ളാറ്റുകളിൽ വേലയ്ക്ക് നിർത്തുന്ന വിഷയത്തിൽ ഇടപെടുമെന്നും കമ്മീഷൻ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1013 വാഹനങ്ങൾക്കെതിരെ നടപടി. 5 ലക്ഷത്തിലേറെ രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങൾ. മുന്നറിയിപ്പില്ലാതെയുള്ള മരം മുറിക്കൽ മൂലം തൃശൂർ നഗരം ഗതാഗതക്കുരുക്കിൽ മുങ്ങി. ബുധനാഴ്ച രാവിലെ 9-ന് ആരംഭിച്ച ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം തുടർന്നു. പുത്തൂളിൽ അപകടാവസ്ഥയിലായ മരങ്ങൾ കോർപ്പറേഷൻ നിർദ്ദേശപ്രകാരം കരാറുകാർ മുറിച്ചുമാറ്റുന്നതിന്റെ ഭാഗമായാണ് നഗരം ഗതാഗതക്കുരുക്കിലായത്. മരം മുറിക്കുന്നത് സംബന്ധിച്ച് കോർപ്പറേഷനോ പോലീസോ തമ്മിൽ യാതൊരു ധാരണയുമില്ലായിരുന്നു. തിരക്ക് കുറവുള്ള അവധി ദിവസങ്ങളിലോ ഞായറാഴ്ചയോ മരം മുറിച്ചു നീക്കാനായിരുന്നു പോലീസ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇത് പാലിക്കാതെ കരാറുകാർ മരം മുറിച്ചു നീക്കുകയായിരുന്നു. മരം മുറിച്ചതിനെ തുടർന്ന് പൂത്തോളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ തിരക്കുള്ള സമയമായതിനാൽ ഗതാഗതക്കുരുക്ക് നഗരത്തിലെ മറ്റു റോഡുകളെയും കാര്യമായി ബാധിച്ചു. KSRTC റോഡ്, ബാലിയ ജംഗ്ഷൻ, MG റോഡ്, പടിഞ്ഞാറേക്കോട്ട, ശക്തൻ സ്റ്റാൻഡ് പരിസരം, പൂങ്കുന്നം എന്നിവിടങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ഗതാഗതക്കുരുക്ക് അഴിക്കാൻ പോലീസേറെ പണിപ്പെട്ടുവെങ്കിലും കുരുക്ക് തുടർന്നു. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KP ജോസിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, ട്രാഫിക് കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ നിന്ന് 100ഓളം പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിച്ചത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് അയ്യന്തോൾ, ചാവക്കാട്, കുന്നുകുളം, കാഞ്ഞാണി മേഖലയിലേക്കുള്ള ഏതാനും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങി. പലരും കൃത്യസമയത്ത് ഓഫീസുകളിലെത്താനാകാതെ വഴിയിൽ കുടുങ്ങി. MG റോഡിലെ തിരക്ക് മൂലം പടിഞ്ഞാറേക്കോട്ട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പൂങ്കുന്നത്തേക്ക് തിരിച്ചുവിട്ടതോടെ പൂങ്കുന്നം, പാട്രാക്കൽ, അശ്വിനി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് വന്ന ബസ്സുകൾ ബാല്യ ജംഗ്ഷൻ വഴി ശക്തൻ സ്റ്റാൻഡിലേക്ക് കയറിയതോടെ നഗരത്തിലെത്താനാകാതെ യാത്രക്കാർ കുടുങ്ങി. TCV ന്യൂസ്, തൃശൂർ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി തൃശൂർ നഗരം. അശാസ്ത്രീയമായ ഗതാഗത സംവിധാനങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ജനത്തിന് സമ്മാനിക്കുന്നത് ദുരിതം മാത്രം. മറ്റൊരു നഗരത്തിനുമില്ലാത്ത സ്വരാജ് റൗണ്ട് ഞങ്ങൾക്കുണ്ട് എന്ന് അഭിമാനിക്കുന്ന തൃശൂർ നഗരത്തിനെ പക്ഷേ ഗതാഗത സംവിധാനത്തിന്റെ കാര്യത്തിൽ നാണക്കേടോടെ തലകുനിക്കാതെ വയ്യ. തൃശൂരിൽ പോയി വരണമെന്ന് ചിന്തിക്കുന്ന ആരുടെയും നെറ്റിച്ചുളിയും. കുരുക്കിൽ കുടുങ്ങി ക്ഷമയും സമയവും ഇന്ധനവും നഷ്ടപ്പെടും. അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ പൊട്ടിപ്പൊളിയാത്ത ഒരു റോഡുമില്ല. ശങ്കരയ്യർ ജംഗ്ഷനിൽ ഉൾപ്പെടെയുള്ള ട്രാഫിക് സിഗ്നലുകൾ ഗതാഗതം സുഗമമാക്കുന്നതിന് പകരം കുരുക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിലുള്ള പോലീസിന്റെ സേവനം വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന അവസ്ഥയും. കുരുക്ക് കൂടിക്കൂടി ആർക്കും നീങ്ങാനാവാത്ത വിധമാകും. പൂങ്കുന്നം വഴി പാട്ടിരായ്ക്കലിലെത്തുന്ന വാഹനം സ്വരാജ് റൗണ്ടിലേക്ക് പോകണമെങ്കിൽ പോലീസ് സമ്മതിക്കില്ല. പെരിങ്ങാവ് വഴി ചുറ്റി അശ്വിനി ജംഗ്ഷനിലെത്താനാവും കൽപ്പന. ഈ രീതി തന്നെയാണ് കിഴക്കേക്കോട്ട, പൂങ്കുന്നം ഉൾപ്പെടെയുള്ള റോഡുകളിൽ അനുവർത്തിക്കുന്നത്. ഇതിനിടയിൽ സ്വകാര്യ ബസ്സുകളുടെ കൊലവിളി വേറെ. സ്വകാര്യ ബസ്സുകൾ നഗരത്തിലെത്താതെ ആളുകളെ ഇറക്കി പകരം സിറ്റി സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ്. തുടങ്ങിവെച്ച KSRTC സർവീസ് ആകട്ടെ അകാല ചരമം പൂണ്ടു. അശ്വിനി ജംഗ്ഷനിലെ ആന ഉയരത്തിലുള്ള ട്രാഫിക് സിഗ്നൽ പൊളിച്ചു കളയാൻ കമ്മീഷണറുടെ യോഗത്തിൽ തീരുമാനമായതാണ്. പക്ഷേ അത് തീരുമാനത്തിൽ മാത്രം ഒതുങ്ങി. ജനാഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് നഗരത്തിന് അനുയോജ്യമായ ഗതാഗത പരിഷ്കാരം എന്നത് തൃശൂരിന് സ്വപ്നം മാത്രമാണ്. ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, പോലീസ്,
വ്യാപാരി സംഘടനകൾ എന്നീ വിഭാഗങ്ങളുടെ സംയുക്ത യോഗത്തിലൂടെ ഒരു പരിധിവരെയെങ്കിലും ഗതാഗത പരിഷ്കാരം നടപ്പാക്കാനാകും. പക്ഷേ ആദ്യം നന്നാക്കേണ്ടത് റോഡാണ്. ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് അർത്ഥം. TCV തൃശൂർ. ഗതാഗതക്കുരുക്ക് നിത്യശാപമായ തൃശൂർ MG റോഡിന്റെ വികസനം ചർച്ചകളിൽ ഒതുങ്ങുന്നു. നഗരത്തിലെ 19 റോഡുകൾ ചെന്നെത്തുന്ന MG റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധമേറി. പടിഞ്ഞാറക്കോട്ട മുതൽ നടുവിലാൽ റോഡ് വരെയുള്ള MG റോഡിൽ ചെന്നെത്തുന്ന നഗരത്തിലെ 19 റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അധികമാണ്. പടിഞ്ഞാറക്കോട്ട മുതൽ നടുവിലാൽ വരെയുള്ള റോഡിന് കൃത്യമായ വീതിയില്ല. പലയിടത്തും പല വീതിയിലാണ് റോഡിന്റെ കിടപ്പ്. പടിഞ്ഞാറക്കോട്ട മുതൽ പാറയിൽ ജംഗ്ഷൻ വരെ റോഡിന് 15 മീറ്റർ വീതിയാണെങ്കിൽ പാറയിൽ ജംഗ്ഷൻ മുതൽ കോട്ടപ്പുറം ഓവർബ്രിഡ്ജ് വരെ റോഡിന്റെ വീതി 12 മീറ്ററായി ചുരുങ്ങും. ഓവർബ്രിഡ്ജിന്റെ ഭാഗത്ത് റോഡിന്റെ വീതി 8 മീറ്റർ ആകും. നടുവില ജംഗ്ഷൻ പരിസരം മാത്രമാണ് റോഡിന്റെ വീതി 25 മീറ്റർ ആയിട്ടുള്ളത്. MG റോഡിൽ ഫുട്പാത്തുകളുണ്ടെങ്കിലും കാൽനടയാത്രക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലാത്ത സ്ഥിതിയാണ്. ഫുട്പാത്തിലെ പല സ്ലാബുകളുടെയും സ്ഥിതി കാൽനടയാത്രക്കാരെ തട്ടിവീഴ്ത്തുന്ന രീതിയിലാണ്. പടിഞ്ഞാറേക്കോട്ട മുതൽ നടുവിലാൽ വരെ ചെറുതും വലുതുമായ 144 വ്യാപാര സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇതിൽ ചുരുക്കം ചില വ്യാപാര സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പാർക്കിംഗ് സൗകര്യമുള്ളത്. മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിന് വ്യാപാര സ്ഥാപനങ്ങൾക്കെത്തുന്ന വാഹനങ്ങൾ ഫുട്പാത്തിലാണ് നിർത്തിയിടുന്നത്. തിരക്കുള്ള MG റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മറ്റു റോഡിലേക്ക് വാഹനങ്ങൾ കടക്കുന്നത് ഗതാഗതക്കുരുക്കിന് മറ്റൊരു കാരണമാകുന്നുണ്ട്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ഫുട്പാത്തുകൾ നവീകരിക്കുകയും ചെയ്താൽ MG റോഡിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താം. MG റോഡിന്റെ വികസനം സംബന്ധിച്ച് 20-ലധികം തവണ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും MG റോഡ് വികസനം ഇന്നും കുരുങ്ങിക്കിടക്കുകയാണ്. TCV ന്യൂസ് തൃശൂർ. തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായ സാഹചര്യത്തിൽ കോർപ്പറേഷന് പോലീസ് കത്ത് നൽകി. പൂത്തോൾ ദിവാൻജി മൂല ഭാഗങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ കോർപ്പറേഷൻ കരാറുകാർ മരം മുറിച്ചു നീക്കിയത് നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്കിനിടയാക്കിയ സാഹചര്യത്തിലാണ് തൃശൂർ സിറ്റി ട്രാഫിക് പോലീസ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ മരങ്ങൾ മുറിച്ചു നീക്കുന്നതും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും അവധി ദിവസങ്ങളിലേക്കോ ഗതാഗത തിരക്ക് കുറവുള്ള ഞായറാഴ്ചകളിലോ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. പോലീസിനെ അറിയിക്കാതെ കരാറുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പൂത്തോളിൽ മരങ്ങൾ മുറിച്ചു നീക്കിയത് മൂലം നഗരത്തിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിച്ചതെന്നും ട്രാഫിക് പോലീസ് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. പഴയന്നൂരിലും ദേശമംഗലത്തും അടുത്തയിടെ ഉദ്ഘാടനം ചെയ്ത KSFE ബ്രാഞ്ചുകളുടെ പ്രവർത്തനം നിലച്ചു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ സംസ്ഥാന വ്യാപകമായി പല ശാഖകളുടെയും പ്രവർത്തനം നിലച്ചതായി ആക്ഷേപം. PSC നിയമന ശുപാർശ നൽകിയിട്ടും KSFE നിലവിലുള്ള ഒഴിവുകളിൽ നിയമന ഉത്തരവ് നൽകാത്തതിനെതിരെ ഉദ്യോഗാർത്ഥികൾ രംഗത്തുവരികയും മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പരാതി കൊടുക്കുകയും ചെയ്തത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിനിടയിലാണ് അശാസ്ത്രീയമായ സ്ഥലമാറ്റവും ജീവനക്കാരുടെ കുറവ് മൂലം പുതുതായി ആരംഭിച്ച പല ശാഖകളും പ്രവർത്തനരഹിതമായതായി പരാതി ഉയരുന്നത്. പഴയന്നൂരിലും ദേശമംഗലത്തും മാസങ്ങൾക്ക് മുമ്പാണ് KSFE ശാഖകളുടെ ഉദ്ഘാടനം നടന്നത്. മാനേജർമാരെ മാത്രം നിയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച ശാഖകളിൽ പലതും പ്രവർത്തനം മന്ദീഭവിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്ത നിലയിലാണ്. പഴയന്നൂരിലെ ശാഖ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഉടമ മറ്റൊരു സ്ഥാപനത്തിനായി നൽകാനൊരുങ്ങുകയാണ്. KSFEയിൽ നിന്ന് വാടക കുടിശ്ശിക കിട്ടാനുണ്ടെന്നും സ്ഥലമുടമ പറയുന്നു. ഓഫീസും ബോർഡുമെല്ലാം ഇവിടെ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞു. ദേശമംഗലത്ത് കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തത്. 2 മാസത്തിനകം പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉദ്ഘാടനവേളയിൽ പറഞ്ഞിരുന്നുവെങ്കിലും ഓഫീസ് പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പെട്ടെന്ന് ഒരു ദിവസം നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്, നിങ്ങൾ വന്ന് പങ്കെടുക്കണം എന്ന് പറയും. അപ്പോൾ എന്താണ് ഇത്ര പെട്ടെന്ന് നാളെ പങ്കെടുക്കണം, ഉദ്ഘാടനം നടത്തണം എന്ന് പറഞ്ഞാൽ നാളെ എങ്ങനെയാണ് പെട്ടെന്ന് ഉദ്ഘാടനം നടത്തുകയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുന്നേയായിട്ട് നമുക്ക് ഉദ്ഘാടനം നടത്തണം. ഔപചാരികമായ ഉദ്ഘാടനം നടത്തി 2 മാസത്തിനുള്ളിൽ ഇവിടെ ബ്രാഞ്ച് പ്രവർത്തനക്ഷമമാകും എന്നാണ്. UDF സർക്കാരിന്റെ അവസാന കാലത്താണ് പുതുതായി നിരവധി ശാഖകൾ KSFE ആരംഭിച്ചത്. എന്നാൽ ഭരണമാറ്റം വന്നതോടെ മാനേജർമാരെ അശാസ്ത്രീയമായി സ്ഥലം മാറ്റിയതാണ് പുതിയ ശാഖകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമെന്നാണ് പരാതി. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമന ഉത്തരവ് നൽകാത്തതിനു പിന്നിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയോഗിക്കാനുള്ള നിക്ഷിപ്ത താൽപ്പര്യമാണെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. എന്നാൽ നിയമന നടപടികൾക്ക് തുടക്കമായിട്ടുണ്ടെന്നാണ് അധികാരികളുടെ വിശദീകരണം. TCV ന്യൂസ് തൃശൂർ.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ അനാസ്ഥയുടെ ഇരകളായി മാറുന്നു. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സയ്ക്കിടെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും കുലുക്കമില്ലാതെ അധികാരികൾ. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ ദുരിതത്തിലേക്ക് വരില്ല എന്ന് പറയുന്നവരാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്നവരിൽ ഭൂരിഭാഗവും. സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുന്നവർക്ക് ദുർമുഖവും അവഹേളനവും നേരിടേണ്ടി വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും കുറവ്, വേനലിൽ വെള്ളമില്ല, മഴക്കാലത്ത് മാലിന്യ പ്രശ്നങ്ങളും. ഭക്ഷണത്തിൽ തേരട്ടയെ കണ്ട് അടച്ചിട്ട ഹോട്ടൽ പലരുടെയും ഇടപെടൽ മൂലം വീണ്ടും തുറന്നു. ജീവനക്കാരുടെ അനാസ്ഥയുടെ ഇരകളായവർക്ക് ഇന്നും ദുരിതമൊഴിഞ്ഞിട്ടില്ല. ഡയാലിസിസ് രോഗികളായ 30 പേർക്കാണ് ചികിത്സയ്ക്കിടെ മഞ്ഞപ്പിത്തം ബാധിച്ചത്. സ്ത്രീകളടക്കമുള്ള നിരവധി പേർ ദുരിതത്തിലായി. ഇവർ ഇപ്പോഴും മഞ്ഞപ്പിത്തത്തിന്റെ പിടിയിൽ നിന്ന് മുക്തമായിട്ടില്ല. വൃത്തിയില്ലായ്മയും അനാസ്ഥയുമാണ് കാരണമായി രോഗികളും ബന്ധുക്കളും ആരോപിക്കുന്നത്. മുന്നേ കുറച്ച് പേർക്ക് മഞ്ഞപ്പിത്തം ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയും കൂടെ ക്ലീൻ ചെയ്യണതിൽ വന്നൊരു ചെറിയൊരു വിഷമതകളാണെന്ന് ആണ് പറയുന്നത് കേട്ടത്. പിന്നെ ഇപ്പോൾ 10-30 പേർക്കൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു ഭയമുണ്ട്. കാരണം നമ്മൾ ഈ രോഗികളെ ഇന്നോ നാളെയോ എന്നുള്ളൊരു ബുദ്ധിമുട്ടിലിരിക്കുന്ന രോഗികളെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു മഞ്ഞപ്പിത്തം കൂടി ആയാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. സർക്കാർ ആശുപത്രി എന്നാൽ എന്തുമാകാം എന്ന സ്ഥിതി മാറണമെന്നാണ് ചികിത്സ തേടിയെത്തുന്നവർ പറയുന്നത്. മെഡിക്കൽ കോളേജിലെത്തുന്നവരും മനുഷ്യരാണ്. അവജ്ഞ കാണിക്കാതെ അർഹിക്കുന്ന പരിഗണന നൽകണം. ആശുപത്രിയിൽ മതിയായ ജീവനക്കാരില്ലെന്നും ചികിത്സ തേടിയെത്തുന്നവർ ആരോപിക്കുന്നു. ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല. നൈറ്റിനൊക്കെ വളരെ കുറഞ്ഞ സ്റ്റാഫ്, 2 സിസ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ പകലും പോരാ അവിടെ സ്റ്റാഫുകൾ. കാരണം സീരിയസ് ആയിട്ടൊക്കെ വരുന്നവർക്ക് 2-3 സിസ്റ്റർമാരുടെ സഹായം വേണ്ടി വരുന്നുണ്ട്. അപ്പം മറ്റു രോഗികൾ കഴിഞ്ഞവർക്ക് അത് അഴിക്കാനുള്ള ആളില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമതകളുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉയരുന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. സർക്കാർ കോടികൾ ചിലവഴിച്ചിട്ടും സ്വകാര്യ ആശുപത്രികളുടെ പകുതി വൃത്തിയും നിലവാരവും പോലും സർക്കാർ ആശുപത്രിക്ക് എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്ന് ചർച്ച ചെയ്യാനെങ്കിലും അധികാരികൾ മുതിരണം. ഇല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ നരകയാതനയ്ക്ക് ഇവിടങ്ങളിൽ ഒരു കാലത്തും അറുതി വരില്ല. TCV തൃശൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൌസ് സർജൻമാരുടെ പരിശീലന കാലാവധി വ്യാഴാഴ്ച പൂർത്തിയാകും. ഡോക്ടർമാരുടെ കുറവ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. കഴിഞ്ഞ 1 വർഷമായി മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാരായി സേവനമനുഷ്ഠിച്ചവരുടെ കാലാവധിയാണ് വ്യാഴാഴ്ച പൂർത്തിയാകുക. 150ഓളം ഹൌസ് സർജൻമാരാണ് സേവന കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്നത്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഹൌസ് സർജൻമാരുടെ സേവനം ലഭ്യമായിരുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കുറവ് ഒരു പരിധിവരെ പരിഹരിച്ചിരുന്നത് ഹൌസ് സർജൻമാരുടെ സേവനം മൂലമായിരുന്നു. നിലവിലുള്ള ഹൌസ് സർജൻമാർ സേവന കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന സ്ഥിതിയിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് അധികൃതർ. വൈറൽ പനി ഉൾപ്പെടെ പകർച്ചവ്യാധി രോഗങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെ OPകളിൽ 100 കണക്കിന് രോഗികളാണ് ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത്. പുതിയ ഹൌസ് സർജൻമാർ ചുമതല ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ചയെങ്കിലും സമയം എടുക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അതുവരെ മെഡിക്കൽ കോളേജിലെ നടപടികൾ താളം തെറ്റുന്ന അവസ്ഥയിലാണ്. ഹൌസ് സർജൻമാരുടെ പുനഃക്രമീകരണം വൈകുന്നതനുസരിച്ച് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. TCV ന്യൂസ് തൃശൂർ. മതിലകം ഓണച്ചമ്മാവിൽ റേഷൻ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് അരി കടത്തുന്നത് നാട്ടുകാർ പിടികൂടി. ഓണച്ചമ്മാവിൽ പ്രവർത്തിക്കുന്ന ARD 166 നമ്പർ റേഷൻ കടയിൽ നിന്നാണ് പോഴങ്കാവിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പച്ചരി കടത്തിയത്. സൂപ്പർ മാർക്കറ്റിന്റെ വാഹനത്തിൽ അരി കടത്തുന്നത് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു. അരി കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. റേഷൻ കട ലൈസൻസിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് സ്ഥലത്തെത്തിയ താലൂക്ക് സപ്ലൈ ഓഫീസർ ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം റേഷൻ കടയിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റോക്കിൽ വ്യത്യാസം കണ്ടെത്തി. 1 ക്വിന്റൽ 60 കിലോഗ്രാം പച്ചരിയും 15 കിലോഗ്രാം മട്ടയരിയും 10 കിലോഗ്രാം പുഴുക്കലരിയും കുറവുള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു. ആട്ട, ഗോതമ്പ്, പഞ്ചസാര എന്നിവയുടെ സ്റ്റോക്കിൽ നേരിയ വ്യത്യാസവും കണ്ടെത്തി. ഇതേ തുടർന്ന് റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും അടുത്തുള്ള 165 നമ്പർ റേഷൻ കടയിലേക്ക് ഈ റേഷൻ കടയിലെ കാർഡുകൾ താൽക്കാലികമായി മാറ്റുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട റേഷൻ കടയിലെ രേഖകളിലും പിശക് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 5 ചാക്ക് പച്ചരിയാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് കടത്തിയതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് റേഷൻ കട ലൈസൻസി മറിയുമ്മയ്ക്കും സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കലേപ്പടിപ്പറമ്പിൽ അരുൺകുമാർ, കൊട്ടാരത്തിൽ ലെനിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റേഷൻ അരി കടത്ത് പിടികൂടിയത്. TCV കൊടുങ്ങല്ലൂർ. ഫീസ് വൈകുന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന സ്കൂൾ മാനേജ്മെന്റുകളുടെ പീഡനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി.
കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ അംഗങ്ങളായ ഗ്ലോറി ജോർജും ബാബു നരിക്കുനിയും നടത്തിയ സിറ്റിംഗിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് യഥാസമയം റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. തൃശൂർ ജവഹർ ഭവന്റെ പ്രവർത്തനം നിഷ്ക്രിയമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികളെ ഫ്ളാറ്റുകളിൽ വേലയ്ക്ക് നിർത്തുന്നത് സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചിട്ടില്ലെന്നും ചില പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. 16 പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത്. 14 എണ്ണത്തിൽ നടപടിയായി, 2 എണ്ണം മാറ്റിവെച്ചു. മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി ജോസഫിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ നടത്തിയ വാഹന പരിശോധനയിൽ 1013 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച വാഹനങ്ങളിൽ നിന്ന് 5,29,600 രൂപ പിഴ ഈടാക്കി. എയർഹോൺ ഉപയോഗിച്ച 93 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. സ്പീഡ് ഗവർണർ ഇല്ലാത്ത 12 വാഹനങ്ങൾക്കെതിരെയും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 127 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചു. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിച്ച 99 പേർക്കെതിരെയും ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിച്ച 240 പേർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് പ്രവർത്തനക്ഷമമല്ലാത്തതും യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാത്തതുമായ ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തു. അമിതഭാരം കയറ്റിയ 15 വാഹനങ്ങൾ, ടാക്സ് അടയ്ക്കാത്ത 30 വാഹനങ്ങൾ എന്നിവയ്ക്കും പിഴയിട്ടു. മുതിർന്ന പൗരന്മാർക്കുള്ള സീറ്റ് റിസർവ് ചെയ്യാത്ത 8 ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തു. ഇൻഷുറൻസ് ഇല്ലാത്ത 56 കേസുകൾ കണ്ടെത്തി. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചവർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. തൃശൂർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് പുറമെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. പരിശോധന വരും ദിവസങ്ങളും തുടരുമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. സൈന്യത്തെ അപമാനിച്ച ചിന്തകൻ കെ വേണു അടക്കമുള്ളവരുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥ് അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, രഘുനാഥ് C മേനോൻ, KR ഹരി എന്നിവർ സംസാരിച്ചു. ആഡംബര കാറുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന മുംബൈ സ്വദേശികളായ 2 പേരെ ചാലക്കുടി SI KS ഷംസീറും സംഘവും അറസ്റ്റ് ചെയ്തു. വിദ്യാസാഗർ എന്ന വിദ്യാകുമാർ, ഹേമരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. മോഷ്ടിച്ച കാർ ചാലക്കുടി സ്വദേശി ടിൻഡോ എന്ന യുവാവിന് 8.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതിനാണ് അറസ്റ്റ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇവർ 150ഓളം കാറുകൾ ഇത്തരത്തിൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയെന്ന് പോലീസ് പറയുന്നു. DVSP S സാജു, CI MK കൃഷ്ണൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. പൂങ്കുന്നത്ത് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 1 കോടി രൂപ വിലമതിക്കുന്ന ബംഗാളി ബീഡി എക്സൈസ് അധികൃതർ പിടികൂടി. കുറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന 40 കെട്ട് ബീഡിയാണ് തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CR പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശി നസറുൽ ഹസാനെയാണ് പിടിയിലായത്. 40 കെട്ടുകളിലായി 17,60,000 ബീഡികളാണ് ഉണ്ടായിരുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായ റിനോ ആന്റണി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സൈമൺ, സജി, ഷൈജു എന്നിവർ ബംഗാളി ബീഡി പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി TCV തേർഡായി. കൂർക്കഞ്ചേരി മേഖലയിൽ ഉപയോഗശൂന്യമായ മരുന്നുകളും മെഡിക്കൽ ഷോപ്പ് മാലിന്യങ്ങളും കാനകളിൽ നിക്ഷേപിക്കുന്നതായി ആക്ഷേപം. രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യങ്ങൾ വെള്ളത്തിൽ കലരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാലാവധി കഴിഞ്ഞതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകളും അനുബന്ധ മാലിന്യങ്ങളുമാണ് കാനകളിലും പൊതുയിടങ്ങളിലും നിക്ഷേപിക്കുന്നത്. സമീപത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ ഉള്ള മാലിന്യങ്ങളാകാം ഇവയെന്നാണ് ആക്ഷേപം. മഴക്കാലമായതിനാൽ മരുന്നുകളടങ്ങിയ രാസമാലിന്യം മറ്റ് ജലാശയങ്ങളിലും ഭൂഗർഭജലത്തിലും കലരുമെന്ന ഭീഷണിയാണ് ഉയരുന്നത്. മെഡിക്കൽ വേസ്റ്റ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാലാവധി കഴിഞ്ഞതും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയ ശേഷം ബാക്കി വരുന്നതുമായ മരുന്നുകൾ ഉപേക്ഷിക്കുന്ന പ്രവണത അടുത്തിടെ ഏറിവരുന്നതായി ആക്ഷേപമുണ്ട്. ചാവക്കാട് MRRM ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും സഹായം കാത്തുനിൽക്കാതെ ഷഹന യാത്രയായി. ഹൈസ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ബ്ലാങ്ങാട് കാട്ടിൽ പള്ളിക്കടുത്ത് തെക്കൻ ഷാഹുവിന്റെ മകളാണ് ഷഹന. രക്താർബുദം രോഗബാധിതയായി ചികിത്സയിലായിരുന്ന ഷഹനയുടെ വേർപാട് സഹപാഠികൾക്കും അധ്യാപകർക്കും തീരാവേദനയായി. ഷഹനയെ സഹായിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും PTA കമ്മിറ്റിയും തുക സമാഹരിച്ചതായിരുന്നു. നേരത്തെ ഷഹനയുടെ ചികിത്സയ്ക്ക് സ്കൂളിൽ നിന്ന് സഹായം നൽകിയിരുന്നു.
പഠനത്തിൽ മിടുക്കിയായിരുന്ന ഷഹന സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയങ്കരിയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് എം.പി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്നസെന്റ് എം.പി. മരണമടഞ്ഞതായി പ്രചരിപ്പിച്ചുള്ള തെറ്റായ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങൾ 2ാം തവണയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ മെയ് 25-നും സമാനമായ രീതിയിൽ വ്യാജ പ്രചാരണം നടന്നിരുന്നു. തെറ്റായ വാർത്ത വീണ്ടും പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് വാർത്തയുടെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുറത്തുശ്ശേരി സ്വദേശികളായ എലമ്പലക്കാട്ടിൽ രാജേഷ്, സജി, തളിയക്കോണം സ്വദേശി തൈവളപ്പിൽ ഉല്ലാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 10-ന് ഐക്കരക്കുന്ന് സ്വദേശി കളത്തിൽ സുഭാഷിന്റെ ബൈക്ക് കത്തിച്ച കേസിലാണ് അറസ്റ്റ്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന ആരോഗ്യ സർവകലാശാല മധ്യമേഖലാ കലോത്സവത്തിൽ പാലക്കാട് ശാന്തിഗിരി ആയുർവേദ കോളേജ് മുന്നിൽ. സ്റ്റേജിന മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 51 പോയിന്റുമായി പാലക്കാട് ശാന്തിഗിരി ആയുർവേദ കോളേജ് മുന്നിലെത്തി. 47 പോയിന്റുള്ള എറണാകുളം ഡോക്ടർ പടിയർ മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജ് 2ാം സ്ഥാനത്തും 38 പോയിന്റുമായി ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജ് 3ാം സ്ഥാനവും നേടി. ആതിഥേയരായ ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് 35 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. സ്റ്റേജിന മത്സരങ്ങളുടെ സമാപന ദിവസമായ ബുധനാഴ്ച തൃശൂരിലെ 3 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. വ്യാഴാഴ്ച ഒല്ലൂർ വൈദ്യരത്നം ക്യാമ്പസിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. ആരോഗ്യ സർവകലാശാല മധ്യമേഖല കലാമാമാങ്കത്തിൽ കലാകിരീടത്തിനായി അരങ്ങേറിയത് ആവേശകരമായ മത്സരം. കലാശ പോരാട്ടത്തിലെ വീറും വാശിയും കാണികൾക്കും സംഘാടകർക്കും ആവേശം പകർന്നു. ആരോഗ്യരംഗത്തെ ശോഭനമായ ഭാവിക്കൊപ്പം കലാഭിരുചിയും തങ്ങളിൽ ഭദ്രമാണെന്ന തിരിച്ചറിവ് കൂടി നൽകിയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാപ്രകടനങ്ങളുമായി ഋതി 2016 വേദികൾ കീഴടക്കിയത്. 2 ദിവസങ്ങളായി തൃശൂരിൽ നടന്ന സ്റ്റേജിന മത്സരങ്ങളുടെ അവസാന മണിക്കൂറുകളിലാണ് മത്സരാവേശത്തിന് അതിന്റെ യഥാർത്ഥ ഭാവം കൈവന്നത്. ഓരോ മത്സരഫലം വരുമ്പോഴും വിജയം മാറിമറിയുന്ന സ്ഥിതി. ഇതോടെ കലാങ്കണത്തിലെ കലാശ പോരാട്ടത്തിന് വീറും വാശിയുമേറി. തൃശൂരിലെ 3 വേദികളിലായി മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, കേരള നടനം, നാടോടി നൃത്തം, ഒപ്പന, മൈം, നാടകം, സ്കിറ്റ്, മാപ്പിളപ്പാട്ട് തുടങ്ങിയ 18 ഇനങ്ങളിലായാണ് ബുധനാഴ്ച മത്സരങ്ങൾ നടന്നത്. കലാകിരീടത്തിലേക്ക് അടുക്കാൻ വിജയം സുനിശ്ചിതമാണെന്നിരിക്കെ മത്സരാർത്ഥികൾക്കും ടീമിന് മികച്ച പിന്തുണയാണ് അതത് കോളേജുകൾ നൽകിയത്. കളർഫുൾ ഇനമായ ഒപ്പന അരങ്ങേറിയ റീജിയണൽ തിയേറ്റർ ആസ്വാദക ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായി. അതേസമയം വേദിയൊന്ന് നാട്യത്തിൽ അരങ്ങേറിയ ഭരതനാട്യം അടക്കമുള്ളവ ആസ്വദിക്കാൻ ശുഷ്കമായ സദസ്സാണ് ഉണ്ടായിരുന്നത്. കേരള നടനം പോലെയുള്ളവയ്ക്ക് ഏക മത്സരാർത്ഥി മാത്രമാണ് ഉണ്ടായതെന്നത് ആസ്വാദകരെയും വിധികർത്താക്കളെയും ഒരുപോലെ നിരാശപ്പെടുത്തി. എന്നാൽ സംഘാടന മികവിൽ താളപ്പിഴകൾ ഏതുമില്ലാതെ മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സംഘാടക സമിതി പ്രത്യേകം ശ്രദ്ധ ചെലുത്തി. മറ്റ് കലോത്സവങ്ങൾക്ക് കൈവരുന്ന ആലങ്കാരികത ഏതുമില്ലെങ്കിലും കലാപ്രകടനത്തിൽ തങ്ങളുടേതായ കയ്യൊപ്പ് ചാർത്താൻ സാധിച്ച ചാരുതാർത്ഥ്യത്തോടെയാണ് മത്സരാർത്ഥികൾ ഏവരും കലാവേദിയിൽ നിന്നും മടങ്ങിയത്. TCV തൃശൂർ. സാധാരണക്കാരെ ബാധിക്കുന്ന ഭൂമി രജിസ്ട്രേഷൻ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ പ്രകടനം രജിസ്ട്രേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിജു വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ജെയ്സൺ, ബഷീർ അഹമ്മദ്, CN രതീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിർധന അമ്മമാർക്ക് ആജീവനാന്ത പെൻഷൻ നൽകി പ്രവാസി വ്യവസായി പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ. കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ പ്രഥമ സ്നേഹിത പുരസ്കാരം ചലച്ചിത്രതാരം മഞ്ജു വാര്യർക്ക് അഡ്വക്കേറ്റ് CK മേനോൻ സമ്മാനിച്ചു. പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ 50ാം തവണ വിതരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നിർധനരായ 100 അമ്മമാർക്കാണ് CK മേനോന്റെ നേതൃത്വത്തിൽ പെൻഷൻ നൽകുന്നത്. പെൻഷൻ തുക 300 രൂപയിൽ നിന്ന് 750 രൂപയാക്കി ഉയർത്തുകയാണെന്ന് അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു. 100 അമ്മമാർക്ക് 3 മാസത്തേക്ക് കൊടുക്കാം. 3 മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയാണത്
ജീവിതാവസാനം വരെ എന്നാക്കി മാറ്റിയത്. ഞാനിന്ന് പ്രഖ്യാപിക്കുന്നു, അടുത്ത മാസം മുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് ഇനി മേലാൽ കിട്ടാൻ പോകുന്ന അമ്മമാർക്കും 750 രൂപ പ്രതിമാസം നൽകുന്നതാണ്. സമ്മാനത്തുകയായ 25,000 രൂപ നിർധനരായ അമ്മമാർക്ക് പെൻഷൻ നൽകാനായി തിരിച്ച് സമ്മാനിച്ച് മഞ്ജു ചടങ്ങിൽ ശരിക്കും താരമായി. ശ്രീ CK മേനോൻ സാറിന്റെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരാളായ CK മേനോൻ സാറിന്റെ ഈ ഒരു പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ഒക്കെ ഇവിടെ ഒരുപാട് പേര് നന്നായി സംസാരിച്ചു. എനിക്കിന്ന് കിട്ടിയ ഈ അവാർഡ് തുക സാറിന്റെ പെൻഷൻ പദ്ധതിയിലേക്ക്, ഈ ഒരു പെൻഷൻ ലഭിക്കുന്ന അമ്മമാരുടെ ആവശ്യത്തിനായി ഇതും കൂടി അതിലേക്ക് ചേർത്ത് വയ്ക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. സമ്മേളനം മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം മേയർ ബി രാജേന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജഗദമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിജിലൻസ് കോടതിയിലെ അഡീഷണൽ ലീഗൽ അഡ്വൈസർക്ക് വിജിലൻസ് ജഡ്ജിയുടെ പരസ്യ ശാസന. വിവിധ കേസുകൾ കോടതിയിൽ പരിഗണിക്കുമ്പോഴാണ് അഡീഷണൽ ലീഗൽ അഡ്വൈസർ മുരളീധരനെ ജഡ്ജി ശാസിച്ചത്. തൃശൂർ വിജിലൻസ് യൂണിറ്റുമായി അഡീഷണൽ ലീഗൽ അഡ്വൈസർക്ക് നിരവധി നാളുകളായുള്ള അഭിപ്രായ ഭിന്നതയാണ് കോടതിയുടെ പരസ്യ ശാസനത്തിന് വഴിവച്ചത്. കേസുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ശരിയായ നടപടിയല്ലെന്ന് ജഡ്ജി പറഞ്ഞു. വിജിലൻസ് അന്വേഷണ സംഘവും ലീഗൽ അഡ്വൈസറും ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ട വേദിയല്ല ഇതെന്നും കോടതിയുടെ സമയം പാഴാക്കരുതെന്നും ജഡ്ജി പറഞ്ഞു. അഡീഷണൽ ലീഗൽ അഡ്വൈസറുടെ നടപടിക്കെതിരെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഓപ്പൺ കോടതിയിൽ വെച്ച് തന്നെ ജഡ്ജി കത്തയച്ചു. ലീഗൽ അഡ്വൈസറും വിജിലൻസ് യൂണിറ്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലം ഏറെ നാളായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടുകൾ നേരിട്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇനി കർക്കിടക സുകൃതം. ആധുനിക കാലത്ത് സുഖചികിത്സയുടെ നാളുകളായി കർക്കിടകം മാറിയിരിക്കുകയാണ്. ആയുസ്സിന്റെ വേദമായ ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാസമാണിത്. കർക്കടകത്തിലെ ദേഹരക്ഷ ശരീരത്തിൽ കൂടുതൽ ഫലം ചെയ്യുമെന്ന് ആയുർവേദ ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. രോഗം ശമിപ്പിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്നതിലുപരി ആരോഗ്യം സംരക്ഷിച്ച് രോഗം ഒഴിവാക്കുകയാണ് ആയുർവേദത്തിന്റെ രീതി. മാറിവരുന്ന ഋതുക്കളാൽ ശരീരത്തിനുണ്ടാകുന്ന ദോഷപരിഹാരമായി അതിനാൽ മലയാളികൾ ആയുർവേദത്തെ സ്വീകരിക്കുന്നു. ശരീരം ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കപ്പെടുകയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന കാലമാണ് കർക്കടകം. വമന വിരേചന കർമ്മങ്ങൾ കൊണ്ട് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമാണ് വസ്തികർമ്മം ഋതുവിൽ ചെയ്യേണ്ടത്. തൈലവസ്തിയെന്നും കഷായവസ്തിയെന്നും 2 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. പഞ്ചകർമ്മ ചികിത്സാരീതികളും കർക്കിടക മാസത്തിൽ നല്ലതാണ്. മലയാളത്തിന്റെ തനത് ചികിത്സാരീതികളായ ഇലക്കിഴി, ഞവരക്കിഴി, ഉഴിച്ചിൽ, പിഴിച്ചിൽ, വസ്തികർമ്മം, വിരേചനം എന്നിവ ഇതിൽ ഉൾപ്പെടും. ശരീരാവയവങ്ങളിൽ അനുഭവപ്പെടുന്ന സ്തബ്ധതയെയും കനത്തെയും പരിഹരിക്കാൻ ഇവ ഫലപ്രദമാണ്. ഔഷധ സസ്യങ്ങളുടെ ഇലകൾ കൊണ്ടാണ് ഇലക്കിഴി തയ്യാറാക്കുന്നത്. ഇതിൽ ചേരുവകളുടെ അളവും പ്രധാനമാണ്. ഇലക്കിഴി 7 മുതൽ 14 ദിവസം വരെയാണ് പതിവുള്ളത്. രോഗത്തിന്റെ സ്വഭാവമനുസരിച്ച് പൊടിക്കിഴിയും ഉപയോഗിക്കും. എന്നാൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രധാന കിഴി ചികിത്സ ഞവരക്കിഴിയാണ്. പ്രത്യേകം തയ്യാറാക്കുന്ന കുറുന്തോട്ടി കഷായത്തിൽ ഞവര അരി വേവിച്ചാണ് കിഴി തയ്യാറാക്കുന്നത്. ഞവരക്കിഴിക്ക് ചിട്ടകൾ പ്രധാനമാണ്. നേരിയ ചൂടുള്ള ഔഷധം തൈലത്തിൽ തുണിമുക്കി ശരീരത്തിന് മേലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പിഴിച്ചിൽ. സാധാരണ 7 ദിവസമാണ് പിഴിച്ചിൽ നടത്തുക. ദേഹമാസകലം സമ്മർദ്ദത്തോടെ തടവുന്നതാണ് ഒഴിച്ചിൽ. കർക്കിടക മാസത്തെ സുഖചികിത്സയെക്കുറിച്ച് കണ്ടംകുളത്തി വൈദ്യശാലയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ പറയുന്നത് ഇങ്ങനെയാണ്. കാലങ്ങൾക്കനുസരിച്ച് ഋതുക്കളിൽ വരുന്ന മാറ്റങ്ങളിൽ ഓരോ ഋതുവിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആചരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ ആ ശരീരം ശുദ്ധി ചെയ്ത് അതിനുശേഷം നമ്മൾ പോഷണമായിട്ടുള്ള അല്ലെങ്കിൽ രസായനങ്ങളായിട്ടുള്ള ഔഷധങ്ങളൊക്കെ സേവിപ്പിച്ചിട്ട് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ശക്തിയും മനസ്സിൻ്റെ ശക്തിയും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വേദമെന്നാൽ അറിവാണ്. ആയുർവേദമെന്നാൽ ആയുസ്സിനെക്കുറിച്ചുള്ള അറിവാണ്. മലയാള നാടിന് അവകാശപ്പെടാവുന്ന ഈ അറിവിപ്പോൾ കർക്കിടക മാസത്തിലെ ദിനചര്യയായി മാറുകയാണ്.
കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം രുചിസാഗരം 2016 തൃശൂരിൽ തുടക്കമായി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാദുഷ കടലുണ്ടി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ഓൾ ഇന്ത്യ കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സോൺ പ്രസിഡന്റ് അതുൽ മേത്ത നാടമുറിക്കൽ കർമ്മം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കണ്ണൻ സ്വാമി ഭദ്രദീപം കൊളുത്തി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിജൻ മത്തായി, ജില്ലാ സെക്രട്ടറി കെ പ്രദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 9 നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി കൽരാജ് മിശ്ര ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൃശൂർ ജില്ലാ ടാക്സി ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുക, വ്യാജ ടാക്സികൾ ഓടുന്നത് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിക്കുക, തുടർച്ചയായ ഇന്ധനവില വർധന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് P രാമൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, യൂണിയൻ നേതാക്കളായ VM ഷംസുദ്ദീൻ, AJ ജോണി, CJ പോളി, AT കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ബൈക്കിടിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. കാണിപ്പയൂർ അജന്ത അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കുന്നംകുളം തെക്കേപ്പുറം 71 വയസ്സുള്ള ബാബുകൃഷ്ണനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ യൂണിറ്റി ആശുപത്രിക്ക് മുന്നിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർമാർ മേയറുടെ ചേംബർ ഉപരോധിച്ചു. തെരുവുവിളക്കുകൾ കത്തിക്കുക, ഭരണപക്ഷവും കരാറുകാരനും തമ്മിലുള്ള അഴിമതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. റാന്തൽ വിളക്ക് തെളിയിച്ച് പ്ലക്കാർഡുകളും ഏന്തി കൌൺസിലർമാർ പ്രകടമായി എത്തി മേയറുടെ ചേംബറിന് മുന്നിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, ജോൺ ഡാനിയൽ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. അതേസമയം പിരിച്ചുവിട്ട പഴയ കരാറുകാരന് പകരം പുതിയ കരാറുകാരനെ നിയമിക്കാനുള്ള ടെൻഡർ ഉണ്ടായിട്ടുണ്ടെന്നും 1-2 ദിവസങ്ങളിൽ മാത്രമാണ് തെരുവുവിളക്കുകൾ കത്താത്തതെന്നും മേയർ അജിത ജയരാജൻ പറഞ്ഞു. രാജ്യത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിദേശ മുതലാളിമാർക്ക് മുന്നിൽ കാഴ്ചവെച്ച് മേഖലയെ സ്വാശ്രയത്വം ഇല്ലാതാക്കുന്ന നയമാണ് മോദി സർക്കാരിന്റേതെന്ന് CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. കേരള മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് സ്വൈരവിഹാരം നടത്താൻ അവസരമൊരുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് മൂലം രാജ്യത്തെ ഔഷധ നിർമ്മാണ മേഖലയടക്കം തകർച്ച നേരിടുകയാണെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നിധിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനുരൂപ് രാജ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോൾ വർഗീസ്, കുര്യൻ തോമസ്, സജി സോമനാഥ്, KV ഷാജു, KJ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം ഗുരുവായൂർ റോഡിലുള്ള ഓട്ടോ ഗ്യാരേജിന്റെ പൂട്ടുപൊളിച്ച് 2000 രൂപ വില വരുന്ന ബാറ്ററി മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വരടയം മുള്ളൂർക്കര വീട്ടിൽ ബിനോജിയെയാണ് തൃശൂർ വെസ്റ്റ് SI ശ്രീജിത്ത്, ASI ബിനൻ, സീനിയർ CPO ജയകുമാർ, കരുണൻ, CPO വിപിൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ കായികമേളയിൽ ഹൈജമ്പിൽ വെങ്കലം നേടി മലയാളികളുടെ അഭിമാനമായി മാറിയ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ KS അനന്തു വെള്ളിയാഴ്ച തിരിച്ചെത്തും. ഉച്ചയ്ക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അനന്തുവിനെ സ്കൂൾ അധികൃതരും നഗരസഭാ അധികൃതരും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ബാൻഡ് വാദ്യമേളങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയിൽ തുറന്ന ജീപ്പിൽ ഗുരുവായൂരിലേക്ക് കൊണ്ടുവരും. കിഴക്കേനടയിൽ റെയിൽവേ ഗേറ്റിനു സമീപം പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പൗരസ്വീകരണം നൽകി സ്കൂളിലേക്ക് ആനയിക്കും. സ്കൂളിൽ നടക്കുന്ന അനുമോദന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി എന്നിവർ ചേർന്ന് നഗരസഭയുടെ ഉപഹാരം സമ്മാനിക്കും. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി സാമൂഹ്യനീതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി VR സത്യവാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബാലൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി P സുധാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് നാരായണൻ, ജില്ലാ സെക്രട്ടറി V ബാബു, രാജീവ് ചാത്തപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിട്ടുള്ള ലംസം ഗ്രാന്റ് മിനിമം 1000 രൂപയാക്കി ഉയർത്തുക, വിദ്യാർത്ഥികളിൽ നിന്ന് അന്യായമായി പിരിച്ചെടുക്കുന്ന പണം തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. വിദേശത്തുനിന്ന് സംഭാവന സ്വീകരിക്കൽ നിയന്ത്രണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 450 NGOകളുടെ അംഗീകാരം റദ്ദാക്കിയതായി CN ജയദേവൻ MP അറിയിച്ചു. വ്യവസ്ഥകൾ പാലിക്കാത്തതിന് രാജ്യത്താകെ 4138 സംഘടനകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ടെന്നും പാർലമെന്റിൽ തന്റെ ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി നൽകിയെന്ന് MP വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഏറ്റവും കൂടുതൽ സംഘടനകളുടെ അംഗീകാരം റദ്ദാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണെന്നും ജയദേവൻ അറിയിച്ചു.
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കുറുങ്കുഴൽ വിദ്വാനായിരുന്ന തെക്കുന്നത്ത് ബാലകൃഷ്ണൻ നായർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 50 വർഷത്തോളമായി തൃപ്രയാർ ക്ഷേത്രത്തിൽ കുറുങ്കുഴൽ വിദ്വാനായി സേവനമനുഷ്ഠിച്ചിരുന്നു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ചെറുപൂരങ്ങളിൽ സ്ഥിരമായി കുറുങ്കുഴൽ വായിച്ചിരുന്നയാളാണ് ബാലകൃഷ്ണൻ നായർ. തൃപ്രയാർ ക്ഷേത്രത്തിൽ അടിയന്തരമേളത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. എടക്കഴിയൂർ പഞ്ചവടിയിൽ കടലിൽ മത്സ്യവുമായി തിരിച്ചു വന്നിരുന്ന ചെറുവഞ്ചി ശക്തമായ തിരയിൽപ്പെട്ട് തകർന്നു. വഞ്ചിയിൽ ഉണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വഞ്ചിയിൽ ഉണ്ടായിരുന്ന 30,000 രൂപയുടെ ചെമ്മീൻ കടലിൽ നഷ്ടപ്പെട്ടു. പുത്തൻകടപ്പുറം സ്വദേശി അരയച്ചൻ വിശ്വനാഥന്റെ വഞ്ചിയാണ് തകർന്നത്. പഴുപ്പറമ്പിൽ നാസർ, കോളപ്പറമ്പിൽ ഷാഹിർ, അഴീക്കോട് സ്വദേശികളായ അബ്ദുറഹ്മാൻ, നാസർ എന്നിവരാണ് വഞ്ചിയിലുണ്ടായിരുന്നത്. മറ്റ് വഞ്ചിക്കാരെത്തി ഇവരെ രക്ഷപ്പെടുത്തുകയും തകർന്ന വഞ്ചി കരക്കെത്തിക്കുകയും ചെയ്തു. വാണിജ്യം. സൗന്ദര്യമോഹങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരമായി പാവറട്ടിയിൽ ഓർക്കിഡ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു. പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ മീഡിയ സിറ്റിയിലാണ് ശീതീകരിച്ച ഓർക്കിഡ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനം നടത്തിപ്പുകാരായ നീതു വിജിത്ത്, അഞ്ചു മണികണ്ഠൻ, സൂര്യ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 20 വരെ സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. ബ്രൈഡൽ മേക്കപ്പ്, ബ്രൈഡൽ സ്പെഷ്യൽ പാക്കേജ്, ഹെയർ ട്രീറ്റ്മെന്റ് എന്നിവയ്ക്കുള്ള സൗകര്യവും ഓർക്കിഡ് ബ്യൂട്ടി പാർലർ ഒരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8137018152, 9544828375, 7356829575. നവജാത ശിശുക്കൾ മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഉത്തരവാദിത്വത്തോടുകൂടിയ സംരക്ഷണവുമായി എൽ ഷദായി ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ പറവട്ടാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പറവട്ടാനിയിൽ ഷാരോൺ ചർച്ചിന് എതിർവശം പ്രസാദ് റോഡിൽ ആരംഭിച്ച എൽ ഷദായ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ ഉദ്ഘാടനം പാസ്റ്റർ ഡോക്ടർ ഡാനിയൽ ഐരൂർ നിർവഹിച്ചു. പാസ്റ്റർമാരായ ലയണൽ ഡാനിയൽ, വി ഡി ബാബു, വിൻസെന്റ് മുട്ടിക്കൽ, സന്തോഷ്, ഷിബു, ജോസ് വർഗീസ്, ബിജു, സ്ഥാപന ഉടമകളായ എടപ്പാറ വീട്ടിൽ ലീന ജിൻഡോ, ബേബി ജേക്കബ്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാതാപിതാക്കൾക്ക് സധൈര്യം തങ്ങളുടെ കുഞ്ഞുങ്ങളെ പകൽ സമയത്തെ സംരക്ഷണത്തിന് ഏൽപ്പിക്കാവുന്ന എൽ ഷദായിയെ അമ്മമാർ നൽകുന്ന ശ്രദ്ധയോടെയാണ് കുട്ടികളെ പരിപാലിക്കുന്നത്. കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് കളികളും പാട്ടുകളുമായി അറിവ് പകരുകയും ഒപ്പം വിവിധതരം കളികളും മത്സരങ്ങളും സമ്മാനങ്ങളുമായി മാനസിക ഉല്ലാസവും നൽകുന്നു. ഡേ കെയർ, ആഫ്റ്റർ സ്കൂൾ കെയർ, പ്രീ KG എന്നീ സൗകര്യങ്ങളുടെയുള്ള എൽ ഷദായ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8943954806. പ്രധാന വാർത്തകൾ വീണ്ടും. മുന്നറിയിപ്പില്ലാതെയുള്ള മരം മുറിക്കൽ മൂലം തൃശൂർ നഗരം ഗതാഗതക്കുരുക്കിൽ മുങ്ങി. അശാസ്ത്രീയമായ ഗതാഗത സംവിധാനങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ജനത്തിന് സമ്മാനിക്കുന്നത് ദുരിതം മാത്രം. തൃശൂർ MG റോഡിൽ ഗതാഗതക്കുരുക്ക് നിത്യശാപമായി. 19 റോഡുകൾ ചെന്നെത്തുന്ന MG റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധമേറി. സംസ്ഥാന വ്യാപകമായി പല KSFE ശാഖകളുടെയും പ്രവർത്തനം നിലച്ചതായി ആക്ഷേപം. പ്രതിസന്ധിക്ക് കാരണം അശാസ്ത്രീയമായ സ്ഥലം മാറ്റവും ജീവനക്കാരുടെ കുറവും. TCV ഫോളോ അപ്പ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ ദുരിതക്കയത്തിൽ. അനാസ്ഥയും വൃത്തിയില്ലായ്മയും മെഡിക്കൽ കോളേജിന്റെ സ്ഥിരം കാഴ്ച. മതിലകം ഓണച്ചമ്മാവിൽ റേഷൻ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് അരി കടത്തുന്നത് നാട്ടുകാർ പിടികൂടി. സപ്ലൈ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഫീസ് വൈകുന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റുകൾ പീഡിപ്പിക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടണമെന്ന് ബാലാവകാശ കമ്മീഷൻ. പെൺകുട്ടികളെ ഫ്ളാറ്റുകളിൽ വേലയ്ക്ക് നിർത്തുന്ന വിഷയത്തിൽ ഇടപെടുമെന്നും കമ്മീഷൻ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1013 വാഹനങ്ങൾക്കെതിരെ നടപടി. 5 ലക്ഷത്തിലേറെ രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്